നമസ്തേ, രവിയാണ്. അർജൻറ്റീനയുടെ കളി കണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് അർജൻറ്റീന വളരെ മോശമായിട്ടാണ് കളിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ. അത് കളിക്കാൻ അറിയാതെ കഴിവില്ലാതെ അല്ല, അവരുടെ ഗെയിം പ്ലാൻ അങ്ങനെയാണ്. ചില സമയത്ത് ആരാധകരെ വെറുപ്പിക്കും. ഈ ലാസ്റ്റ് 10 മിനിറ്റ് കളിക്കുന്ന ആ സ്പീഡിലും ആ അറ്റാക്കിങ്ങിലും കളിച്ചു വെച്ചാൽ ചുരുങ്ങിയതൊരു 7 ഗോളിന് ജയിക്കാം. ഇന്നായാലും ശരി, ഈജിപ്തിൻ്റെ അടുത്ത് പിന്നെ ഈജിപ്തിൻ്റെ ഗോളി 9ഓളം സേവുകൾ ചെയ്തതാണ്, ഗോളെന്ന് ഉറപ്പിച്ച. പക്ഷേ നമ്മുടെ അർജൻറ്റീന വിരോധികളായിട്ടുള്ള ബ്രസീൽ, പോർച്ചുഗൽ ഫാൻസ് അവർക്ക് പറയാനിട കൊടുക്കുകയാണ്. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പം. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ടില്ലേ ഒരു ഫൗള്. വാസ്തവത്തിലെ നിയമം അതാണ്. ഈ നിയമം അറിയാതെയാണ് കടന്ന് ചിലയ്ക്കണം മറ്റേവരുടെ ആരാധകർ. യഥാർത്ഥത്തിൽ മഞ്ഞക്കാട് കിട്ടേണ്ട ഒരു ഫൗളല്ല പരഡേസ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ മഞ്ഞക്കാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പീൽ ചെയ്യും. അത് അപ്പീൽ ചെയ്തപ്പോൾ മറ്റേ മഞ്ഞക്കാട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കളിപ്പിച്ചതാണ്, നാടകം കളിച്ചതാണെന്ന് വ്യക്തമായി. സ്വാഭാവികമായിട്ട് തിരിച്ച് അയാൾക്ക് മഞ്ഞക്കാട് കിട്ടും. തിരിച്ച് മഞ്ഞക്കാട് കിട്ടുമ്പോൾ രണ്ടാമത്തെ മഞ്ഞക്കാടാണ്, സ്വാഭാവികമായിട്ട് റെഡ് കാർഡ് കിട്ടും. ഇതിൽ കരഞ്ഞിട്ട് എന്താ കാര്യം? അർജൻറ്റീന വിരോധം മൂത്തിട്ടുള്ള ബ്രസീൽ, പോർച്ചുഗൽ ഫാൻസ്, അത് പ്രത്യേകിച്ച് മലയാളികൾ, അതിൽ കുറേ ഒന്ന് ആ വിരോധം, രണ്ടാമത് മതം കടന്ന് കളിക്കണം. ഇതിൽ വല്ലാതെ മതവും രാഷ്ട്രീയമൊക്കെ കടന്ന് സ്പോർട്സിനെ അതിൻ്റെ പാട്ടിനെ വിടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം. പക്ഷേ ഇതിനൊന്നും ഇട കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ അർജൻറ്റീനയുടെ ആ ടീമിൻ്റെ കഴിവ് യഥാർത്ഥത്തിൽ കളിച്ചു കഴിഞ്ഞാൽ കേപ്പ് വെർദയും അതുപോലെ തന്നെ ഈജിപ്തും അതിൻ്റെ 2 ഗോളികൾ സേവ് ചെയ്ത ബോളുകൾ മാത്രം കണക്കാക്കിയാൽ മതി അർജൻറ്റീനയുടെ കളി എന്താണെന്നറിയാൻ. ഇന്ന് വാസ്തവത്തിൽ നിരാശപ്പെടുത്തി. വേണം വെച്ചിട്ട് കളിക്കാതെ ഉഴപ്പി. മെസ്സിക്കൊന്നും ബോൾ കൊടുക്കലുമില്ല. മെസ്സി കാലിൽ ബോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെയല്ല മെസ്സി കളിക്കുക. എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും 3-1 ജയിച്ചു. അർജൻറ്റീന ഫാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ കളിയിൽ ഞാൻ തൃപ്തനല്ല. തൃപ്തനാവാത്തത് കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ അവരുടെ വിരോധികൾ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ ചിലയ്ക്കാൻ കാരണം ഉണ്ടാക്കുക എന്നുള്ളത്.